അസ്സലാമു അലൈക്കും. കുറച്ച് പച്ചരി നേരെ കുക്കറിലിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. അത്രത്തോളം രുചിയാണ്. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നമുക്ക് വേണ്ട. സിമ്പിളാണ്. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിലെ പച്ചരിയാണ്. ഏത് പച്ചരി വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ചരി നമുക്കൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കിട്ടിക്കോളും. കല്ലോ അതുപോലെ തന്നെ ഈ ഒരു കുറുമ്പെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് കളയുക. അതിനുശേഷം നമുക്കൊരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു പച്ചരി കൊണ്ടുള്ള അടിപൊളി വിഭവം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രത്തോളം രുചിയാണിത് കഴിക്കാൻ. ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ മഴയാണ്. ഈ ഒരു മഴത്തൊക്കെ കറണ്ടൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഒരു ഊണായിട്ടും പിന്നെ രാത്രിയും ഒക്കെ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതിയാകും. അപ്പോൾ ഞാനിതാ അരി ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ലാസ്റ്റ് ഇളം ചൂടുള്ള വെള്ളത്തിലൂടെ ഒന്ന് കഴുകി ഇതുപോലെ ചോറ് വാർക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് കുക്കറിലാണ് ചെയ്യാൻ പോണത്. നമുക്ക് സാധാരണ പാനിൽ വെച്ചിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അത് കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഏകദേശം 1.5 ടീസ്പൂണോളം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിന് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കുക കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും. കയ്യിലുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പിന് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നെയ്യ് കേട്ടോ. അത് കറക്റ്റായിരിക്കും. ഇനി നമ്മൾ ഈ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിതാ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ട് നേരെ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇതൊക്കെ ചേർത്തിട്ട് തന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇതിൻ്റെ രുചി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്ര രുചി തന്നെയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യം കൂടുതൽ എരിവുള്ള ആൾക്കാർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ നമ്മളൊരു 2 വറ്റൽമുളക് അതൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാളൻ്റെ പകുതി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1.5 കപ്പ് അരിക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി മതി. ഇനി ചെറിയ കുഞ്ഞ് വെല്ലുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞ് വെല്ലുള്ളി മുഴുവനായിട്ട് എടുക്കാം. ഇനിയെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വാടി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രയേ ഉള്ളൂ. ഇനി പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാനിത് അരമുറി തേങ്ങയാണ് കേട്ടോ. അരമുറി തേങ്ങ ചിരകിയത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ ഒരു നെയ്യിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ടല്ലോ, തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമുക്കിതിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് വെള്ളത്തിലൊന്നും കുതിർക്കാനായിട്ട് ഇത് മാറ്റി വെക്കരുത്. കഴുകി അപ്പം തന്നെ ഇതുപോലെ ഒരു ചുറ്റുപാത്രത്തിൽ ഇതുപോലെ ചോറ് വാർക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ അരി കുതിർന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു അരി ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു നെയ്യിലൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെയാവുമ്പോൾ ഈ ഒരു അരി വെന്ത് വരുന്ന സമയത്ത് ഉടഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു നെയ്യിലിട്ടിട്ട് ചുരുങ്ങിയത് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമൊന്നും തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാം. പച്ചരിയാണ്, പച്ചരിക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ട് 1.5 കപ്പിന് 3 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുത്തത് ആ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം കണക്കാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെന്ത് ഉടഞ്ഞ് പായസമാവും. പിന്നെ ഞാൻ പറഞ്ഞ വെള്ളം അത് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അരി എടുത്ത് അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കുക കേട്ടോ. ഇപ്പോൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 കപ്പ് വെള്ളം എടുക്കേണ്ടി വരും. അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ ഒരുപാട് ഇടുമ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ദോശയും എല്ലാം ചുട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് മടി പിടിച്ച ദിവസം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമുള്ള ദിവസം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും വേണമല്ലോ. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ മക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. ഞാനിതവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ, അതും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടു. ഒരുപാട് അങ്ങനെ 2 വിസിൽ 3 വിസിലൊന്നും അടുപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ വിസിൽ മാത്രം മതി. ഞാനൊന്ന് അടച്ചു കൊടുക്കട്ടെ. അതും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തും അടിയും, പായസമാവും, പിന്നെ ഒന്നിനും പറ്റൂല. ഒരൊറ്റ വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിതാ ഒരു വിസിലടിച്ച് ഗ്യാസ് ഓഫാക്കി അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കുന്നത്. പക്ഷേ റൈസ് ഒരുപാട് തണുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിത് തുറക്കേണ്ടത്. ചൂടോടെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആകെ ഉടഞ്ഞ പോലെ ആയിരിക്കും. ഒന്ന് തണുക്കട്ടെ എന്ന് ഒരുപാട് അങ്ങ് തണുക്കണ്ട. നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാമല്ലോ, ഇത് ആ എയറൊക്കെ പോയിട്ട് സാവധാനം തുറക്കുക. എന്നിട്ടൊരു സ്പൂണോ വലിയ കയ്യിലൊന്നും കൊടുത്തിട്ട് കുത്തി ഇളക്കി ഉടക്കരുത് കേട്ടോ. സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കുക. കണ്ടല്ലോ, നമ്മളെ ഈ ഒരു റൈസ് നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പെരുംജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. പെട്ടെന്നൊക്കെ രാവിലെയൊക്കെ എണീറ്റിട്ട് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പീരീഡ്സ് ടൈം ആയാലും പനിയോ ജലദോഷമോ എന്തായാലും രാവിലത്തെ ഒരു ഫുഡൊന്നും ഉണ്ടാക്കാൻ അത്ര ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, കഴിയൂലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുക്കറിൽ ഒരൊറ്റ വിസിൽ ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഉച്ചക്ക് ചോറായിട്ട് അങ്ങനെയൊക്കെ എടുക്കാം. സമയമൊന്നും പ്രത്യേകമില്ല. പ്രത്യേകിച്ച് രാവിലെയാണല്ലോ നമുക്ക് അടുക്കള കയറുമ്പോൾ പെട്ടെന്ന് രാവിലെ ഒരു തിരക്ക് പിടിച്ച സമയമായിരിക്കും. കുട്ടികളുടെയൊക്കെ സ്കൂൾ പോക്കും അതുപോലെ ഒരു ഭാഗത്ത് ചോറും കാര്യങ്ങളൊക്കെ ആവേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിച്ചിട്ട് സ്കൂൾക്ക് പോകുകയും ചെയ്യും. അവരുടെ ടിഫിൻ ബോക്സിൽ ഇതുപോലെ ആക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചോറ് വേവ് കയറിയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടം എടുക്കാം, അതുപോലെ തന്നെ തൈരെടുക്കാം, അച്ചാറെടുക്കുക. ഇനി ഇറച്ചിക്കറി ഉള്ളവർക്ക് ഇറച്ചിക്കറിയോ മീൻ കറിയോ അങ്ങനെ ഏത് കറിയായാലും നല്ല അടിപൊളി കോംബോ തന്നെയാണ്. അപ്പോൾ അതാ നമ്മളിത് ഒരു പ്ലേറ്റൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. ഒരൊറ്റ വിസിൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. ഞാനിന്ന് ഇതിലോട്ട് എടുത്തത് മാങ്ങൻ്റെ അച്ചാറാണ് കേട്ടോ. മാങ്ങച്ചാറും ഈ ഒരു ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ വേണമെന്നില്ല, നമുക്ക് ഈ നാരങ്ങച്ചാറായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു അച്ചാർ കിട്ടിയാൽ മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി റൈസ് തന്നെയാണ്. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കണ്ടല്ലോ നമ്മൾ അടിപൊളി റൈസും അച്ചാറൊക്കെ. അപ്പോൾ തൈര് വേണ്ടവർക്ക് തൈര്, പപ്പടം ഒക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ, ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു കാണും ചെയ്യട്ടെ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് എല്ലാവരും ഉണ്ടാക്കട്ടെ. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എത്ര കഴിച്ചാലും ഇതൊന്നും നമുക്ക് മതി വരില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ.
അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കമൻറ്റിലൂടെ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. എവിടെ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒപ്പം നല്ല സന്തോഷത്തോടു കൂടി കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.